അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിൽ ഉള്ള ഉന്മേഷം വീണ്ടെടുത്തു. അതാ തൻ്റെ ബേഗമെടുത്ത് അതാ തൊട്ടടുത്തുള്ള ആ പള്ളിയിലേക്ക് നടന്നു. പക്ഷേ അവൻ ഉമ്മുൽ ഖൈറിനെ കാണണം, കണ്ടേ മതിയാവോ. അതുവരെയും അവനവിടെ നിൽക്കുന്നു. പക്ഷേ അറബി തിരിച്ചു വന്നൊന്നും കണ്ടില്ല. അതിലല്പം ആശ്വാസം തോന്നി. എന്നാൽ അറബി ദുഷ്ടനായിരുന്നു. അറബിയെക്കുറിച്ച് നന്നായിട്ടറിയാം. കാരണം എൻ്റെ ഉമ്മുൽ ഖൈർ ഒരിക്കൽ പോലും അതെ അറബിയെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ടില്ല. അയാൾ ദുഷ്ടനാണ്. അതെ, പല പെണ്ണുങ്ങളോടും പരസ്ത്രീ ബന്ധമുള്ള അയാൾ. എന്നാൽ ഉമ്മുൽ ഖൈർ വളരെയധികം നല്ല സ്ത്രീയാണ്, പരിശുദ്ധമായ ഒരു യുവതി. കാരണം അവർക്ക് എല്ലാം സത്യസന്ധമായി നേരെ പോകണം എന്നുള്ള ചിന്തയാണ്. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ മോശം സ്വഭാവം അവൾക്ക് ഒരിക്കൽ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും രണ്ട് തട്ടുകളിലായിട്ടാണ്. അതെ, ഉമ്മുൽ ഖൈർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകില്ല. അയാൾ പല തവണ ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അന്നും ആ രാത്രി അതാ ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക് അർബാവ് വരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യാ ഉമ്മുൽ ഖൈർ, എന്താണ് നിനക്ക് എന്നോട് ഇത്രയധികം ദേഷ്യമുള്ളത്? നീ എന്താ എന്നോട് സഹകരിക്കാത്തത്? എന്നാൽ അത് കേൾക്കുമ്പോൾ ഉമ്മുൽ ഖൈറിന് ദേഷ്യമാണ് വരിക. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവ്. അതെ, എത്ര സ്ത്രീകളാണ് ഗദ്ദാമകളെന്ന് പറഞ്ഞ് പല സ്ത്രീകളും ഈ വീട്ടിലേക്ക് കയറി വരും. എന്നാൽ ജോലി ചെയ്യും. അതിൻ്റെ കൂടെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളും അതെ അവർ തന്നെ പൂർത്തീകരിച്ച് കൊടുക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. വെറുത്തു പോയതാണ് ആ മനുഷ്യനെ. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഉടനെ തന്നെ തൻ്റെ ഭർത്താവ് അതെ വീട്ടിലെ ഗദ്ദാമയുമായി ഇടപഴകുന്നത് കണ്ണിൽ കണ്ടതാണ്. ആ നിമിഷം തന്നെ പറഞ്ഞതാണ്, അതെ ഇത് തെറ്റാണ്, ഹറാമാണ്, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നീട് വീണ്ടും ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഇതെൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അടിമകളാണ് ഇവരൊക്കെ, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, നീ അത് ചോദിക്കും പറയുകയും വേണ്ട, എനിക്ക് എൻ്റെ കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ അതിനുശേഷം ഭർത്താവിനെ പറ്റിയങ്ങ് വെറുത്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ പിടിച്ചു നിന്നു. അതെ, വിധി അങ്ങനെയായിരിക്കും. അത്രക്കും പാവമായിരുന്നു ഉമ്മുൽ ഖൈർ. കാരണം പല സ്ത്രീകളും അറബി പറയുന്നതിനനുസരിച്ച് അതെ ദിർഹംസൊക്കെ അങ്ങ് എണ്ണിക്കൊടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് കിട്ടുമ്പോൾ അവരുടെ മുഖം തെളിയും. കഷ്ടപ്പാട് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും വരുന്നവരായിരിക്കും. പക്ഷേ പണം കണ്ടാൽ പിന്നെ ഏത് പെണ്ണുങ്ങളായാലും വീണു പോവല്ലോ. എന്നാൽ പതുക്കെ അവർ ഓരോരുത്തരായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്ത വിഷമാണ്. മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അജ്വ ഈത്തപ്പഴത്തോട്ടം അതെനിക്ക് എൻ്റെ പിതാവ് തന്നതാണ്. മുഴുവൻ രേഖകളും അയാളുടെ കൈകളിലുമാണ്. അത് അയാൾക്ക് കിട്ടണം. അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അയാൾ അതിന് തയ്യാറല്ല. എന്നും എൻ്റെ ഭാര്യയായിരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അന്നും അദ്ദേഹം ഉമ്മുൽ ഖൈറിനെ വിളിച്ചപ്പോൾ ഉമ്മുൽ ഖൈർ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. എന്താ ഉമ്മുൽ ഖൈർ, ഞാനെന്താ വിളിച്ചാൽ നിനക്ക് വന്നൂടെ? അങ്ങയുടെ സ്വഭാവം. അതെ, ഈ സമയത്തൊരു പക്ഷെ ഞാനായിരിക്കാം നിങ്ങളുടെ ഇര. എന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയ ആളുകൾ വരുമല്ലോ. ആരുമില്ല. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ആരുമില്ലെന്നോ? അപ്പോൾ സുലേഖ? ഓ, അവൾ രക്ഷപ്പെട്ടു. അവൾ എൻ്റെ കെണിയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഏതോ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാകാഞ്ഞിട്ടല്ല. ഓഹോ, അപ്പോൾ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത്? അറിയില്ല. അവിടെ ഒരു നിമിഷം. പക്ഷേ രക്ഷപ്പെട്ടാലും പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ദയവായി നീ എന്നോടൊന്ന് സഹകരിക്കണം. ഞാൻ എന്താണ് വേണ്ടത്? ഒന്നുമല്ല. അതായത് എനിക്കിപ്പോൾ ആരുമില്ല ഇവിടെ, നീയല്ലാതെ. അപ്പോൾ ഗദ്ദാമകളെല്ലാം കഴിഞ്ഞോ? ഉണ്ട്, ഒരുത്തി. അവർക്ക് വയ്യ, കുറച്ച് പ്രായമുണ്ട്, സുഖവുമില്ല. അതിനെന്താ, അവരെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾക്ക് യുവതികളെ മാത്രമേ പറ്റുള്ളൂ? എനിക്ക് നീ ഉണ്ടല്ലോ യുവതിയായിട്ട്. ഞാനും നീയും നല്ല ഏജ് വ്യത്യാസമുണ്ട്. ശരിക്കും നിന്നെ ഞാനൊന്ന് ആസ്വദിച്ചിട്ട് പോലുമില്ല. നീ എന്നോട് സഹകരിക്കണം. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം കേട്ട് ഉമ്മുൽ ഖൈറിന് ദേഷ്യമാണ് തോന്നിയത്. അയ്യേ, എന്തൊരു മനുഷ്യനാണ് ഇയാളെന്ന് വെച്ചാൽ അത്രക്കും ക്രൂരനായ മനുഷ്യൻ.
പല സ്ത്രീകളോടുമായി ബന്ധം പുലർത്തിയിട്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് തിരികെ വരികയാണ്. എങ്കിലും അവൾ അഭിനയം കാഴ്ചവെച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആളുകളൊക്കെ കിട്ടൂലേ? പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? എനിക്ക് പുറം ലോകം കാണാൻ കൊതിയാവുന്നു. ഞാൻ എത്ര ദിവസമായി പുറം ലോകം കണ്ടിട്ട്? എനിക്ക് അന്ന് ഷാമിൽ വന്ന് പോയതിന് ശേഷം പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്നെ എല്ലായിടത്തേക്കും കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ആരുടെയും കൂടെ പോകാൻ ധൈര്യമില്ല. എനിക്കൊന്ന് പുറത്തു പോകണം. പുറത്തു പോകുക എന്ന് വെച്ചാൽ നീ എന്താ എൻ്റെ വാഹനത്തിൽ പോരുമോ? വരാം, അല്ലാതെ എന്താ? അങ്ങനെ ഏതാ ഉമ്മുൽ ഖൈർ തൻ്റെ ഭർത്താവിനോട് അല്പം സ്നേഹം അഭിനയിക്കുന്നു. ഭർത്താവിനോട് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഭർത്താവിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. ഏതൊരു പെണ്ണിനെ കണ്ടാലും പിന്നെ അതെ, ഭർത്താവിന് അവളെ അങ്ങ് സ്വീകരിക്കണം, അയാളുടെ ഇഷ്ടങ്ങൾ അവളിൽ അങ്ങ് തീർക്കണം. അതാണ് അവൻ്റെ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖൈറിന് ഒട്ടും തൻ്റെ ഭർത്താവിന് വിശ്വാസമില്ലായിരുന്നു. കാരണം പല രോഗങ്ങളും ഉണ്ടാകും. പല സ്ത്രീകളാണ് പല സ്ഥലത്തു നിന്നും വന്നതായിരിക്കും. അതൊക്കെ നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ മൂപ്പരെ കൂടെ ജീവിച്ചാലേ വലിയ രോഗം വന്നിട്ട് പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖൈർ വളരെയധികം സൂക്ഷ്മതയോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ചില കാര്യങ്ങൾ ദേഷ്യമാണ്. ഇപ്പോൾ തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി അവൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഖൈറിനെ അയാൾ വിടുന്നുണ്ടായിരുന്നില്ല. വിശ്വസ്തനായ ഡ്രൈവർ ഷാമിൽ പോയതിനു ശേഷം ഒരിക്കൽ പോലും പുറത്തേക്ക് പോയിട്ടുമില്ല. എന്തൊക്കെ തന്നെയായാലും ഇന്ന് ഒന്നിറങ്ങണം. എന്നാൽ അതാ അവൾ ആവശ്യപ്പെടുന്നു. അതെ, നമ്മുടെ ക്യാമറ ഓണല്ലല്ലോ ഗേറ്റിനടുത്തുള്ള. അതൊക്കെ ശരിയാക്കാം. അതെന്തോ കംപ്ലൈൻറ്റ് വന്നു. പിന്നെ അത്രേ ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റികളൊക്കെ മാറ്റിയിട്ടുണ്ടോ? അതെ, സുലേഖ പോയതിന് ശേഷം അവൾ ഏത് നിമിഷവും കയറി വരും പാസ്പോർട്ടിന് വേണ്ടിയിട്ട്. കള്ളിയാണ് അവൾ, കള്ളി. അവൾ ഏതെങ്കിലും വാഹനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്ക് കൊണ്ടുപോകുന്ന എന്തിലെങ്കിലൊക്കെ ആയിരിക്കും വരിക. കള്ളി പെണ്ണ്. എന്തൊക്കെ തന്നെയായാലും അവളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അവൾ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നല്ലൊരു തിരച്ചിൽ നടത്തിയാൽ അവളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പാസ്പോർട്ടില്ലാതെ അവൾക്ക് ഇവിടുന്ന് പുറം ലോകം കാണാൻ പറ്റൂലല്ലോ. പിന്നെ പിടിച്ച് ജയിലിട്ടതിൻ്റെ ശേഷമായിരിക്കും പുറത്തേക്ക് വരിക. എങ്കിലും വേണം പാസ്പോർട്ട്. ശരിക്കും അറബി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് വലിയ സെക്യൂരിറ്റികളെയും വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മുൽ ഖൈറിനും അവിടെ നിന്ന് പോകുവാൻ ഒരു ഭയമായിരുന്നു. കാരണം അതെ, സേഫ്റ്റിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ ഇല്ല ഇപ്പോൾ. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഷാമിലിനോട് വരാൻ ഞാൻ പറഞ്ഞപ്പോൾ അവന് പറ്റില്ലെന്നും പറഞ്ഞു. ശരിക്കും ഉമ്മുൽ ഖൈർ അതെല്ലാം ഓർത്തു. എന്നാൽ ഈ സമയം അറബി പറഞ്ഞു, എന്നാൽ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നാൽ അവൾക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ അറബിയുടെ വാഹനത്തിൽ ഉമ്മുൽ ഖൈർ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു നിമിഷം അവൾ അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടു. എന്നാൽ അവിടെ കിടന്നിരുന്ന അല്ലെങ്കിൽ ദൂരെ നിന്നും കണ്ട ആ ആളെ അവിടെ കാണുന്നില്ലായിരുന്നു. ഒരു നിമിഷം അവൾ ചോദിച്ചു സെക്യൂരിറ്റിയോട്, ഇവിടുത്തെ ഒരു ആള് വന്നിരുന്നല്ലോ, അവർ എങ്ങോട്ട് പോയി? പള്ളിയിലേക്കോ എങ്ങോട്ടാണെന്നറിഞ്ഞില്ല. ഞാൻ വെള്ളവും ഈത്തപ്പഴവുമൊക്കെ കൊടുത്തു. ഒരു നിമിഷം അവർ വിചാരിച്ചു, അതെ, ഇനി വരികയാണെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറയണം. എന്നാൽ അറബി അതിനൊന്നും മിണ്ടിയില്ല. അവളോട് പിണങ്ങാൻ പറ്റില്ല. കാരണം പിണങ്ങിക്കഴിഞ്ഞാലും എൻ്റെ കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, അജുവ ഈത്തപ്പഴത്തോട്ടം എനിക്ക് സ്വന്തമാക്കാനും കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അറബി അല്പം മൗനം പാലിച്ചു. അവർ പുറത്തേക്ക് പോയി. എന്നാൽ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഷാമിൽ തിരികെ എത്തി. അവൻ പള്ളിയിൽ വെച്ച് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ, എൻ്റെ ബുഷി പാവമാണ്. ആ രാക്ഷസൻ്റെ കൈകൾ കൊണ്ട് അവളുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ പോലും നീ അനുവാദം കൊടുക്കല്ലേ അല്ലാ, പാവം പെൺകുട്ടിയാണ്. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതാ ബുഷിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല.
എങ്കിലും അവളെ അഡ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് സിനാൻ ഡോക്ടർ പറയുന്നത്. അതായത് ഇനിയിപ്പോൾ അവൾ ഒന്നും കൂടി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ സെറ്റൊക്കെ ആയിരിക്കും നല്ലത്. അല്ലാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഉമ്മയും അത് ശരിവെച്ചു. മോനെ ആയിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റിനൊക്കെ കഴിഞ്ഞിട്ട് പോകാം. ഏതായാലും അവളുടെ ഭർത്താവ് ഇവിടെ കിടക്കല്ലേ. മോനെ എന്താ ചെയ്യുക, ഞങ്ങൾക്കതല്ലാതെ വേറെ. ഉമ്മ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളുണ്ട്. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഉമ്മ. പിന്നെ അവൻ്റെ സ്ഥിതിയിലാണ് അല്പം. അവന് എഴുന്നേറ്റ് നടക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ബുഷിക്കും അവനെ താങ്ങി നടക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാവില്ല. അവന് കുറച്ചല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. സ്കാനിങ്ങും റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക്, അതായത് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം മോനെ? അതായത് അവനക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ശേഷി അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു പെണ്ണുമായൊരു ബന്ധത്തിനും അവനക്ക് കഴിയില്ല. ആ പിന്നെ ബുഷിയെ നിങ്ങൾ അവൻ്റെ കൂടെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ ജീവിതാവസാനം വരെ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാം. പക്ഷെ ഒരിക്കൽ പോലും അവനക്ക് അതിനുള്ള ശേഷിയും കാര്യങ്ങളും ഒന്നുമില്ല. ശരിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബുഷിയുടെ ഉമ്മ, മോനെ ഇനി എന്താ ചെയ്യുക? അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉമ്മ ഇനിയിപ്പോൾ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അവനങ്ങനെ ഇരിക്കലും കിടക്കലൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ പോലെ ആയിരിക്കും. നല്ല ക്ഷതയേറ്റിട്ടുണ്ട് അവൻക്ക്. ഉമ്മ എന്ന് കരുതി നിങ്ങളുടെ മകൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. നിങ്ങളുടെ മോളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. മോനെ ഞാൻ എന്താ ചെയ്യാം? ഉമ്മ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റെടുത്തോളാം അവളെ. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട്. ഉമ്മ പോലും ഇവിടെ നിൽക്കണമെന്നില്ല. ഏതായാലും അവൻ ഈ അവസ്ഥയിലായ സ്ഥിതിക്ക് ബുഷി അവളെ ഞാനങ്ങ് സ്വന്തമാക്കിക്കോളാം. അതായത് അവളെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. മോനെ ഞാൻ എന്തേ കേൾക്കണത്? ഉമ്മ നിങ്ങളുടെ ആദ്യത്തെ മരുമകൻ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ബുഷിയെ ഞാൻ ഏറ്റെടുക്കും. വാക്കാണത്. ഉമ്മക്കെന്നെ വിശ്വസിക്കാം. അവളെ ഞാൻ പൊന്നു പോലെ നോക്കൂ. എന്നാൽ ഇത് കേട്ട് ബുഷിയുടെ ഉമ്മയുടെ മനസ്സ് സന്തോഷിച്ചു. അതെ ശരിയാണ്, ലൈംഗിക ബന്ധവും ശേഷിയും ഒന്നുമില്ലാത്ത ആ ഒരു മരുമകനേക്കാൾ എത്രയോ മെച്ചം തന്നെയാണല്ലോ സുന്ദരനായ സുമുഖനായ ശക്തനായ ഈ ഒരു ആള്. മോനെ എന്നാൽ അതാ സിനാൻ അപ്പോഴേക്കും ഉമ്മയെ വീഴ്ത്തിയിരുന്നു. അതിൽ എൻ്റെ മരുമകൻ അവൻ എന്നുള്ള ചിന്താഗതിയായിരുന്നു ഉമ്മാക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിൽ സിനാനും ഉമ്മയും നല്ല കടുത്ത ആത്മബന്ധത്തിലായി. തൻ്റെ മരുമകൻ എന്നുള്ള സ്ഥാനം ഉമ്മ അപ്പോഴേക്കും സിനാന് കൊടുത്തു. എന്നാൽ ബുഷി പതുക്കെ ഉണരും. ഉമ്മ ഇക്കെവിടെ? മോളെ അവനെ അവിടെ ഉണ്ട്. മോളെന്തിനെ വിഷമിക്കണേ? എന്താ എന്താ ബുഷി, എന്തു പറ്റി? ഞാൻ ബുഷി എടുക്കണോ? അവൾ തലയാട്ടുമ്പോഴേക്കും അവളങ്ങ് ഉറക്കത്തിലേക്ക് വീഴും. ശരിക്കും ഉമ്മ വിചാരിച്ചു, എന്താ മോനെ ഇങ്ങനെയൊക്കെ? ഉമ്മ അതൊക്കെ അവളുടെ ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്, നോ പ്രോബ്ലം. എന്നാൽ പല തവണകളിലായി സിനാന് അവളെ അതാ അവൻ്റെ ശരീരത്തിലേക്ക് താങ്ങി കിടത്തുമായിരുന്നു. എന്നാൽ ഉമ്മാക്കത് കാണുമ്പോൾ വല്ലാത്ത ആശ്വാസമാണ്. മോനെ ഒരു നിമിഷം അവർക്ക് തോന്നിപ്പോയി, ഇല്ല എൻ്റെ മരുമകൻ ഒരിക്കലും അൻഷിഫല്ല സിനാനാണെന്ന്. കാരണം അത്രക്കും നല്ല രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ പാതി മയക്കത്തിലാണ്, അവളൊന്നും അറിയുന്നില്ല. മോനെ ഇവൾ ശരിക്കുള്ള ബോധം എപ്പോഴേ വരും ഉമ്മ? അതൊക്കെ ഉണ്ട്. എന്നാൽ ഡോക്ടർ എന്ന സ്ഥിതിക്ക് അവൾക്ക് പാതി മയക്കത്തിനുള്ള ഒരു ഗുളികയായിരുന്നു അവൻ നൽകിയിരുന്നത്. അവളുടെ ട്രീറ്റ്മെൻറ്റിനുള്ള ഗുളികയാണെന്ന് തെറ്റിദ്ധരിച്ച് ഡോക്ടർ തന്നെ അതെടുത്തു കൊടുക്കും. എന്നാൽ അവൾക്ക് പെട്ടെന്ന് സിനാനെ മനസ്സിലാകില്ല. അവൾക്ക് തോന്നും അതെ തൻ്റെ ഭർത്താവാണ് അതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മെഡിസിൻസ് അതായിരുന്നു അവൻക്ക് പണി. അവൾക്ക് ആ ടൈം ആകുമ്പോൾ അത് കൊടുക്കും. എന്നാൽ അവൾക്ക് അവളുടെ സ്വന്തം ഭർത്താവെന്നോ അല്ലെങ്കിൽ ഷാമിലെന്നോ അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ അത് സിനാന് ആയി മാറുന്നതായിട്ട് തോന്നി. പലപ്പോഴും ബുഷിയെ അവൻ ചേർത്ത് പിടിക്കും ഉമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ. ഉമ്മാക്ക് അല്പം ആശ്വാസം തോന്നും. മോനെ
ഉമ്മ ഇത് ഈ മൈൻഡിൽ നിന്നൊന്ന് റെഡിയാക്കി എടുക്കാൻ അവളെ നമ്മൾ നല്ലോണം തെറാപ്പി തന്നെ ചെയ്യണം. മോനെ തെറാപ്പി അല്ലേ, നമ്മൾ കൈകൾ കൊണ്ട് തന്നെ മസാജ് ചെയ്തിട്ട് കൈകളൊക്കെ ചൂടാക്കി മുഖമൊക്കെ ചൂടാക്കി കൊടുത്ത് അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ പഴയ രീതിയിലേക്ക് അവൾ തിരിച്ചു വരികയുള്ളൂ. ഉമ്മ നമ്മുടെ മോളെ നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ ഈ സമയം അതാ അൻഷിഫിൻ്റെ വീട്ടിൽ ആ ഉമ്മ വീണ്ടും ആ ഫോണിലേക്ക് തന്നെ വിളിക്കുകയാണ്. ഒടുവിൽ സിനാന് സഹികെട്ട് പറഞ്ഞു, ഹലോ, അതെ, ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോഴേ ഹോസ്പിറ്റലിൽ 2 പേരും കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. മോനെ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? കാര്യമായിട്ടൊന്നുമില്ലമ്മ. എന്നാൽ സിനാന് അവരെയും വെറുപ്പിച്ചില്ല. അവർ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് അവർ ഇവിടെ എത്തി ഓട്ടോയിൽ. ശരിക്കും തൻ്റെ മകനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സിനാൻ പറഞ്ഞു, മകനെ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചൊരു നോ പ്രോബ്ലം, അത് ഉറക്കത്തിലായിരിക്കും, വിളിക്കൊന്നും വേണ്ട കേട്ടോ. എൻ്റെ കുട്ടിയെ എനിക്കൊന്ന് കാണണം, എൻ്റെ കുട്ടിയെ ഒന്ന് കാണിച്ചു തരുമോ? എന്നാൽ സിനാൻ കാണിച്ചു കൊടുത്തു. അത് അബോധാവസ്ഥയിൽ കിടക്കുന്ന തൻ്റെ മകൻ. പൊന്നു മോനെ എന്ന് പറഞ്ഞ് ഉമ്മ അവരുടെ ശരീരത്തിലേക്ക് വീഴാൻ നിൽക്കുമ്പോഴേക്കും അതാ സിനാൻ പിടിച്ചു. ഉമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇപ്പോൾ ഉറങ്ങണം, ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോനെ, ബുഷി എവിടെ? ബുഷി അതാ അവിടെയുണ്ട്. ബുഷിയെയും കൊണ്ടുപോയി കാണിച്ചെടുത്തു. ബുഷിയും അബോധാവസ്ഥയിലാണ്. മോളെ, എന്താ മോളെ പറ്റിയത്? ഉമ്മ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഒന്നും പറ്റിയിട്ടില്ല, കാര്യമായിട്ട് ഒക്കെ ശരിയായിക്കോളും. എന്നാൽ ഈ സമയം അതാ ബുഷിയുടെ ഉമ്മ വല്ലാതെ അൻഷിഫിൻ്റെ ഉമ്മയെ മൈൻഡ് ചെയ്തില്ല. മോളെ, എന്താ പറ്റിയത്? അവരെന്തൊരു ആക്സിഡൻറ്റ് എന്താ പറ്റിയതാണ്. എൻ്റെ മോളും നിങ്ങളെ മോൻ്റെ കാര്യം കുറച്ച് സീരിയസ് എന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കും ബുഷിയുടെ ഉമ്മ അല്പം ഗൗരവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. എന്നാൽ ആ ഉമ്മ വിതുമ്പി കരയുകയായിരുന്നു. കാരണം അതെ, ബുഷിയുടെ ഉമ്മക്ക് ഇപ്പോൾ ഏറെക്കുറെ ആശ്വാസമുണ്ട്. മരുമകന് എന്ത് പറ്റിക്കഴിഞ്ഞാലും സംരക്ഷിക്കാൻ ഇവിടെ ഡോക്ടർ സിനാനുണ്ട്. സിനാൻ അവളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, സിനാനെ കൊണ്ടാണ് കെട്ടിക്കണം. അതന്നെ, അങ്ങനെയുള്ള സുഖമില്ലാത്ത ഭർത്താവിനെ എന്തപ്പോൾ ചെയ്യുക? അതുകൊണ്ടൊരു ഉപകാരമില്ലാതെ പിന്നെ മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർ വിധി എഴുതുകയും ചെയ്തു. ഒന്നുമില്ലാതെ പിന്നെ മോൾ അങ്ങനെ വെറുതെ കെട്ടിക്കാൻ പറ്റുമോ? എൻ്റെ മോൾക്ക് സിനാൻ തന്നെയാണ് ഏറ്റവും വലുത്. എന്നാൽ അതിനിടയിൽ സിനാനും ഉമ്മയും നല്ല ചിരിയും കളിയും വർത്താനൊക്കെ. എന്നാൽ ബുഷി പാതിമയക്കത്തിൽ അതെല്ലാം കേട്ടു. ശരിക്കും സിനാന് പറയുകയാണ്, ഉമ്മ ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞാനുണ്ട് നിങ്ങൾക്ക്. എന്താ മോനെ, നീ മതിയല്ലോ എമ്പാടും എല്ലാത്തിനും. അല്ല പിന്നെ, ഏതായാലും നിന്നെ കണ്ടുമുട്ടിയതും ഒക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെയായി. എന്നാൽ ബുഷി ഉമ്മ എന്ന് പതുക്കെ വിളിക്കുന്നു. എന്താ മോളെ? അവൾ തലയാട്ടി വേണ്ടെന്ന് പറഞ്ഞ്. എന്താ വെള്ളം വേണോ? ഉമ്മ, അത് അവൾക്ക് എന്തെങ്കിലും ഈ മെഡിസിൻ ഒന്ന് കൊടുത്താൽ ശരിയാവും. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു മെഡിസിൻ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ അതങ്ങ് ചെന്നപ്പോൾ അവളങ്ങ് പാതിമയക്കത്തിലേക്ക് വീണ്ടും മയങ്ങി വീണു. അതിനിടയിൽ സിനാനും ഉമ്മയും നല്ല ചിരിയും കളിയും ഒക്കെ വീണ്ടും തുടങ്ങി. ശരിക്കും അജ്മൽ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട്, മോനെ, സിനാനുണ്ടായതുകൊണ്ട് ഒരു പേടിയില്ല. പിന്നെ എൻ്റെ അളിയൻ്റെ കാര്യം നീ കാക്കണ്ട മോനെ, അതിനത്ര വയ്യ. ആ തള്ളന്ന് വന്നിരുന്നു. തള്ളനോട് ഞാൻ വല്ല മൈൻഡാക്കിയതൊന്നുമില്ല. തള്ള കരഞ്ഞിട്ടൊക്കെ പോയത്. പിന്നെ ഞമ്മക്ക് എന്ത് വന്നാലും ഇപ്പോൾ ഡോക്ടർ സിനാനുണ്ട്. പിന്നെ എൻ്റെ അളിയൻ അൻഷീഫിന് ഇനിയിപ്പോൾ വലിയ ശേഷിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ബുഷി ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുക. ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അല്ലേ, എൻ്റെ അളിയന് സുഖമില്ലെങ്കിൽ എന്തൊക്കെ വന്നാലും സിനാനെ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞേക്കണ്. ഉമ്മ, എത്രയിലും ദുആ ചെയ്യണം, പെട്ടെന്ന് അസുഖം മാറാൻ. പാവല്ലേ അളിയനെ? പാവൊക്കെ തന്നെയായിരിക്കും, പക്ഷേ അതിനേക്കാൾ ആക്റ്റീവായ ആൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ അതിനിടയിൽ ഉമ്മയും സിനാനും ഭക്ഷണം കഴിക്കുവാൻ ഹോട്ടലിലേക്ക് പോകുന്നു. ബുഷിയെ ഒരു സിസ്റ്ററെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ അവർ ഹോട്ടലിൽ പോയി. 2 പേരും ചിരിയും കളിയും വർത്താനമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അതിനിടയിൽ അവർ പല രീതിയിലുള്ള സംസാരങ്ങളും അതും സംസാരിച്ച് തുടങ്ങി. ഷാമിൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും?
എങ്ങനെയെങ്കിലും തള്ളക്ക് അവനെ മരുമകനായി കിട്ടണം, എന്നാൽ മകളെ എങ്ങനെയെങ്കിലും നിക്കാഹ് കഴിക്കണം. ആ ചിന്തയായിരുന്നു അവൻക്കും. ശരിക്കും അവർ തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമായി. ചിരിയും കളിയും സംസാരവും എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു ഉമ്മ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം, ഞാൻ അവളെ നോക്കിക്കോളാം. മോനെ, സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ നിന്നിപ്പോൾ നീ ഇല്ലാത്തൊരു ജീവിത രസമില്ലാത്ത പോലെയായി. ഉമ്മ, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാത്തിനും കേട്ടോ. ഉമ്മ വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷായൊക്കെ വരാം നിങ്ങൾക്ക്. മോനെ, അത് ഞാൻ ഇവിടെ നിന്നോളാം, പോകണില്ല. കാരണം പറയാൻ പറ്റൂരല്ലോ ഏതൊക്കെയെന്നൊക്കെ. ശരിക്കും അതാ ബുഷിയുടെ ഉമ്മയോടും അതാ സിനാന് എന്തൊക്കെയോ ഒരു ഇഷ്ടം അതിനിടയിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു. ബുഷിയുടെ ഉമ്മ അല്പം തടിയും വലുപ്പവും കുറച്ചധികം കളറുമുള്ള ഒരു സ്ത്രീയാണ്, വലിയൊരു സ്ത്രീ. ആ സ്ത്രീയുടെ നടത്തവും ആ സ്ത്രീയുടെ ഇരുത്തവും എല്ലാം അവൻ്റെ കണ്ണുകളിലും അപ്പോഴേക്കും പതിഞ്ഞിരുന്നു. ഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്നാൽ ഒരിക്കൽ പോലും ബുഷിയുടെ ഉമ്മ അതറിയുന്നില്ല. ശരിക്കും സിനാന് തൻ്റെ ശരീരത്തിലും ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതെ, അവന് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടാൽ, അല്ലെങ്കിൽ നല്ല പെൺകുട്ടികളെ കണ്ടാൽ, അതിപ്പോൾ എത്ര ഏജ് ഉള്ളതായാലും കുഴപ്പമില്ല. ശരിക്കും ബുഷിയുടെ ഉമ്മയോടും തന്നെ അവന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി തുടങ്ങുകയാണ്. അവരുമായി കൂടുതൽ ഇടപഴകുവാനും അറിയാതെ തട്ടുവാനും മുട്ടുവാനൊക്കെ അവൻ ശ്രമിക്കുന്നു. ബുഷിക്ക് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്തു കൊടുക്കുമ്പോൾ ശരിക്കും സിനാൻ അത് നോക്കി നിൽക്കും. അതെ, അവൻ്റെ വായിൽ വെള്ളമൂറുന്ന രീതിയിൽ അത്രക്കും അങ്ങനത്തെ ഒരു പിശാച്ചായിരുന്നു സിനാന്. ബുഷിയുടെ ഉമ്മ നടന്നു പോകുമ്പോൾ സിനാൻ്റെ കണ്ണുകൾ നേരെ അവരെ പിന്തുടരും. ഓഹ്, എന്തൊരു മൊഞ്ചാണ്! ഭർത്താവില്ലാത്ത സ്ത്രീയാണ്, എങ്കിലും ആ ഒരു നടത്തവും ആ ഒരു സംസാരമൊക്കെ കണ്ടാൽ ശരിക്കും മനസ്സങ്ങ് പതറിപ്പോവുകയാണ്. ശരിക്കും സിനാൻ്റെ മനസ്സിൽ ഇപ്പോൾ ബുഷി മാത്രമല്ല, ബുഷിയെ സ്വന്തമാക്കണം, അവളെ നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി കൂടെ കൂട്ടണം. എന്നാൽ അതിനിടയിൽ അതാ ശരിക്കും ബുഷിയുടെ ഉമ്മയെയും ഒന്ന് സെറ്റാക്കി എടുക്കണം. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അങ്ങനെ അതാ സിനാനും അവരും ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. ബുഷിയുടെ അടുക്കൽ ഉമ്മ ഇരുന്നു. ഉമ്മ, നിങ്ങൾ പോകുന്നുണ്ടോ വീട്ടിലേക്ക്? മോനെ, ഞാനിപ്പോൾ എങ്ങനെ അതിപ്പോൾ ഇവളെ വിട്ടിട്ട് പോകുമ്പോഴേ നിനക്കിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടില്ല. ഏയ് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊണ്ട്, അവളുടെ കാര്യത്തിലൊന്നും നോ പ്രോബ്ലം. എന്നാൽ അതിനിടയിൽ ബുഷിയുടെ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല അൻഷിഫിൻ്റെ കാര്യം ഇപ്പോൾ എന്താവും അല്ലേ? ഓനിപ്പോൾ ഈ അതും ഇതൊന്നും ഇല്ലാത്ത, അവനിപ്പോൾ കുട്ടികളും മക്കളും ഇല്ല അവസ്ഥയിൽ ഈ ബുഷിയെ ഇപ്പം ഞാനിപ്പോൾ ഓൻ്റെ അടുത്ത് നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ പൊന്നുമ്മ, ഈ ഉമ്മാൻ്റെ ഒരു തമാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അവൾക്ക് ഞാനുണ്ട്, അവളെ ഞാൻ ചേർത്ത് പിടിക്കും, പൊന്നുപോലെ നോക്കും. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, മനസ്സിലായില്ലേ? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അതായത് എന്തൊക്കെ തന്നെയായാലും അവളെ ഞാനങ്ങ് സ്വന്തമാക്കും. എന്താ ഉമ്മ? മതി മോനെ, ഈ വാക്ക് കേട്ടാൽ മതി, കൈയൊഴിയല്ലേ കേട്ടോ. എന്നാൽ ഈ സമയം അതാ അൻഷിഫ് വീണ്ടും അബോധാവസ്ഥയിലേക്ക് തുടരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇടയ്ക്കിടെ അതാ ഡോക്ടർ സിനാൻ ചെന്ന് അവനക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. കോമ സ്റ്റേജിലേക്ക് വീണ്ടും പോകുവാനുള്ള ഇഞ്ചക്ഷൻ. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും ഉണരാത്ത രീതിയിൽ സെറ്റാക്കുക എന്നതാണ് ലക്ഷ്യം. എന്നിട്ട് ബുഷിയെ സ്വന്തമാക്കുക. അതായിരുന്നു അവൻ. എൻ്റെ ബുഷി, എൻ്റെ സുന്ദരി. ആ ഷാമിലിനെ അങ്ങ് പറപ്പിച്ച് ഞാൻ വിട്ടതുകൊണ്ട് ഇനി ഒരിക്കലും അവൻ ഈ പരിസരത്ത് വരില്ല. എന്നാൽ അതാ ഉമ്മ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. ആ നിമിഷം സിനാന് ബുഷിയുടെ അരികിലായിരുന്നു. ബുഷി നല്ല മയക്കത്തിലാണ്. അവളുടെ ആ കവിളുകൾ അവൻ പതുക്കെ അങ്ങ് തലോടി. ശരിക്കും അവളെ ഒന്ന് കടിച്ചു തിന്നണമെന്ന് അവനക്ക് തോന്നി. ബുഷി, ഉണർന്നു കഴിഞ്ഞാൽ നീ എന്നെ സമ്മതിക്കില്ല ഒന്നിനും. പക്ഷേ പെട്ടെന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. അവൻ കൈ പെട്ടെന്ന് മാറ്റി. എന്നാൽ ബുഷി പാതി മയക്കത്തിൽ എന്തൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു. സിനാൻ അല്പസമയം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയി. ഉമ്മ ഉമ്മ അവൾ വിളിച്ചു. എന്താ മോളെ? അതെ സിനാന് വേണ്ട, സിനാന് വേണ്ട. എന്താ മോളെ നീ പറയുന്നത്? സിനാന് വേണ്ടെന്നോ?
അതെ, സിനാനാണ് ഇപ്പോൾ നമുക്ക് എല്ലാ ഉപകാരം ചെയ്യുന്നത്. അത് നീ മനസ്സിലായോ? എല്ലാത്തിനും അവനാണ് ഓടിപ്പായാനുള്ളത്, അവൻ്റെ അടുത്തും നിൻ്റെ അടുത്തും ഒക്കെ ആയിട്ട്. പിന്നെ ഭക്ഷണം കൊണ്ടുവരാനോ എല്ലാത്തിനും. ഉമ്മ, സിനാന് വേണ്ട, സിനാന് വേണ്ട, സിനാന് പേടിയാ. എന്താ മോളെ, നിനക്ക് എന്തോ പറ്റിയല്ലോ? പഠിച്ചവനെ ഈ അനസ്തേഷ്യയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഉമ്മ, ഷാമിലിനൊന്ന് വിളിക്കുമോ? ഷാമിലിനെ. എന്നാൽ അത് കേട്ട് ഉമ്മാക്ക് ദേഷ്യമാണ് വന്നത്. അതെ, അടിച്ച് ഞാൻ കൊല്ലും. ഷാമില്. എന്നാൽ അത് കേട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് വന്നു. അതെ സിനാൻ. ഉമ്മ എങ്ങനെയുണ്ട്? ഇതാണ് പറഞ്ഞത്, നിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം അവന് കൊടുത്തപ്പോൾ അവൻ തലയിൽ കയറി. അതാണ് ഒന്നാമത് അൻഷിഫിൻ്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം തന്നെ ഷാമിലാണ്. ഷാമിലിനെയാണ് അവൾ ചോദിക്കുന്നത്. കണ്ടില്ലേ, ആ പഴയ ഇഷ്ടം അവളിലൂടെ അവൻ വളർത്തിയെടുത്തെന്ന് തന്നെ പറയാം. മുളയിലേ നുള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലേ ഇല്ലെങ്കിൽ അതെന്തായി തീരും? പടർന്ന് പന്തലിച്ചു. പക്ഷേ പന്തലിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണെ, നീ അനാവശ്യം പറയരുത്. അവനിവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് നീ വരരുത്, എൻ്റെ മോളെ നീ കണ്ടു പോകരുത്. ഉമ്മ, ഷാമിൽ പാവാണുമ്മ, അവന്. കണ്ടില്ലേ, നീ ആ ഷാമിൽ എന്നുള്ള വാക്കിവിടെ ഉച്ചരിക്കരുത്, കരുതിക്കോ നല്ലോണം. എന്തിനാ അവന് കുടുംബം കൊളാക്കാൻ നടക്കുകയാണ് അല്ലേ, കുടുംബം കലക്കാൻ. എന്നാൽ ഈ സമയം അതാ സിനാൻ അവിടെ നിന്ന് മാറി നിന്നു. എടീ, നല്ല രീതിയിൽ ഞാൻ പറയാണ്, നിനക്ക് നല്ല മട്ടത്തിൽ നിന്നെ നോക്കുന്ന ഇപ്പോൾ സിനാൻ ഡോക്ടറാണ്. സിനാൻ നിന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, മനസ്സിലായല്ലോ? അവനോടാണ് നന്ദി പറയേണ്ടത്. ഇനി എൻ്റെ ഭർത്താവിന് അസുഖമൊക്കെ മാറുമോ നോക്കട്ടെ, മാറിയിട്ടില്ലെങ്കിൽ വേറെ വഴി ഞാൻ കണ്ടെക്കണ്. ഉമ്മ, അൻഷിഫ് എവിടെ? അവനവിടെ ഉണ്ട്. ഉമ്മ ഒന്ന് വിളിക്കോ? ആരെ? ഷാമിലിനെ. എനിക്കൊരു കാര്യം. എടി, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് ഇവിടെ ഉച്ചരിച്ച് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണത്? ആ വാക്ക് ഉച്ചരിച്ച് ഞാൻ പോകരുത്. അവനെ ഞാൻ കണ്ട വഴി ഓടിച്ചിരിക്കണം, അവൻ ഇനി വരൂല ഇങ്ങോട്ട്. അല്ല പിന്നെ. എന്നാൽ പെട്ടെന്ന് സിനാൻ, ഉമ്മ നിങ്ങൾ ദേഷ്യപ്പെടില്ലേ, അവളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം പറഞ്ഞതായിരിക്കും. ഉമ്മ അങ്ങനെ ദേഷ്യപ്പെടില്ല, ഉമ്മ നല്ല രീതിയിൽ അവിടെ സംസാരിക്കേ. അവളുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. ശരിക്കും സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഇത്രമാത്രം അവളെ ഇതാക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ടും പഴയ കാമുകനുമായി ചാറ്റിങ്ങും കോളിങ്ങും വിളിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പാടുണ്ടോ? ഉമ്മ, അവളുടെ പ്രായം അതല്ലേ, സാരല്ല, ക്ഷമിക്കാം. എന്നാൽ സിനാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. അങ്ങനെ വഴിക്ക് വാടി മോളെ. ഏതായാലും നിൻ്റെ തള്ളനെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അതെ ഉമ്മ, ഇങ്ങോട്ട് വന്നേ. മോനെ എന്താ? അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അവനെക്കുറിച്ചുള്ള ഓർമ്മയില്ലാതാക്കണം ആദ്യം. പിന്നെ അവൾ ജസ്റ്റ് ഒന്ന് വയലൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മെഡിസിനെ ഒന്ന് കൊടുത്താട്ടെ കേട്ടോ, ഒന്ന് റിലാക്സ് ആവാളെ. ആയിക്കോട്ടെ മോനെ, വേഗം കൊടുക്ക്. ആ നിമിഷം തന്നെ അതാ ഇഞ്ചക്ഷൻ മരുന്നവൻ കയറ്റി. അവൾ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉണരുമ്പോൾ ചോദിക്കുന്നത് ഷാമിൽ എന്നാണല്ലോ. ഇത് കേട്ടും അടുത്തു. ഉമ്മ സമ്മതിക്കരുത്, ഷാമിൽ എന്ന് പറഞ്ഞാലേ അവളുടെ ജീവിതം കൊളാക്കാൻ വന്നവനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ ജീവിതം കൊളായില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മ? ഇനിയിപ്പോൾ തൽക്കാലത്തിന് കുറച്ച് സമയത്തേക്ക് അവളെ സൈലൻ്റായി നിൽക്കും, ബാക്കിയൊക്കെ ഓക്കെ ആക്കാം. ഉമ്മക്ക് എന്താ വേണ്ടത്? മോനെ എനിക്കിപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നിട്ടേ ഉള്ളൂ. ഉമ്മക്ക് ചൂടുള്ള വല്ല എന്തെങ്കിലും? അതൊന്നും വേണ്ട. അപ്പോഴേക്കും അതാ ബുഷി ഉറങ്ങിക്കഴിഞ്ഞു. എന്നാൽ ബുഷിയുടെ കാലിലേക്ക് ഉമ്മ പുതപ്പ് ശരിക്ക് നിർത്തി ഇട്ടുകൊടുത്തു. എന്നാൽ ബുഷിയുടെ ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും സിനാൻ്റെ കണ്ണുകളിൽ അതൊരു വല്ലാത്ത കാഴ്ചയായി. അത് തടിച്ചു കൊഴുത്ത ബുഷിയുടെ ഉമ്മയുടെ ആ ഒരു ശരീരം കാണാൻ വല്ലാത്ത ഭംഗിയുണ്ട്. അതെ, ഉമ്മയും മോളും ഒരുമിച്ച് എനിക്ക് വേണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ ഡീ തള്ളേ നിനക്ക് പറ്റൂലേ എന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ. എന്നാൽ ബുഷിയുടെ ഉമ്മയെ തന്നെ അവൻ ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ അതെ, അവൻ്റെ മനസ്സിലേക്ക് അവരുടെ ആ ശരീരം ഇറങ്ങി വരികയായിരുന്നു. ദുഷ്ടനായ സിനാൻ, അതെ, ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആ ഒരു ദുഷ്ടൻ സിനാൻ. ശരിക്കും അതെ, ബുഷി പെട്ട പോലെയാണ്. ബുഷി ഒരു അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ തീർച്ചയായും സിനാനെ
പലതും അവൻ ഒപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഷാമിലിന് ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാ എൻ്റെ ബുഷിയെ അവനക്ക് തൊടാൻ തോന്നരുതേ അല്ലാ ആ ദുഷ്ടന്, കാരണം അവൻ ഒന്നിനും മടിക്കാത്തതാണ് അല്ലാ. ശരിക്കും അതാ ഷാമിൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് ഷാമിൽ അതാ ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഷാമിൽ ഇറങ്ങിയ നേരത്ത് അവൻ വീണ്ടും ആ ഒരു ഗേറ്റിനരികിലേക്ക് നിന്നു. സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, യാ ഷാമിൽ, നിങ്ങളെ ഒരാൾ കാണണമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഇവിടുത്തെ മേഡം. ഓ, ഒരു നിമിഷം അവൻ്റെ മനസ്സൊന്ന് നിറഞ്ഞു. പക്ഷേ എങ്ങനെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇനി ഞാൻ വരികയാണെങ്കിൽ വിളിക്കാം. എന്നാൽ ഒരിക്കൽ പോലും ഷാമിലാണ് അവിടെ ഉള്ളതെന്ന് ഉമ്മുൽ ഖൈറിന് അറിയില്ലായിരുന്നു. തൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം ക്യാമറയും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കി. എന്നാൽ അതിനകം തന്നെ അവർ അകത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് അന്നും ഉമ്മുൽ ഖൈർ അത് പുറത്തേക്ക് നോക്കുന്നു. അറബിയുടെ അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ശരിക്കും അവർ ആ CCTV ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. ഒരു നിമിഷം അതെ, എവിടെയോ പരിചയമുള്ളൊരു മുഖം പോലെ, പക്ഷേ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നു. അവൻ്റെ മുഖം കണ്ട് ഉമ്മുൽ ഖൈർ ഞെട്ടി. യാ റബ്ബേ, എൻ്റെ കുട്ടിയാണോ അത്? ഉമ്മുൽ ഖൈർ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. അതെ, അത് ഷാമിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറബി അവനെ വെറുതെ വിടില്ല. കാരണം ഞാനും അവനും തമ്മിലുള്ളൊരു ബന്ധം അയാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അറബി അറിയാതെ എങ്ങനെയെങ്കിലും സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് അവനാണെങ്കിലും ഒന്ന് എത്തിക്കണം പറയണം. ഒരു പക്ഷെ അവനല്ലെങ്കിലോ? അറിയില്ല, രൂപമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നിപ്പോയി. പക്ഷെ ചില മാറ്റങ്ങളുമുണ്ട്, പറയാൻ പറ്റില്ലല്ലോ. അല്ലാ, ഒരു നിമിഷം അതാ ഉമ്മുൽ ഖൈർ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഷാമിലിനെ കുറിച്ച് ഓർത്തു. എനിക്കെല്ലാത്തിനും ഹെൽപ്പായിരുന്ന എൻ്റെ പൊന്നുമോൻ, റബ്ബേ അവനെ നീ കാത്തു രക്ഷിക്കല്ല. ഉമ്മുൽ ഖൈർ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷാമിലിനെ ഉമ്മുൽ ഖൈർ തിരിച്ചറിയുമോ? ഷാമിലിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം മാറുമോ? നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.